അവസാനം അയാൾ ആ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ 45 വർഷം ഒരേ ലക്ഷ്യത്തിനായി പോരാടുമ്പോൾ, അവഹേളനങ്ങൾ പ്രതിരോധിക്കുമ്പോൾ, അപമാനങ്ങൾ സഹിക്കുമ്പോൾ ആർക്കും മനസ്സിലാകും അയാള് ഒരു സത്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവനാണെന്ന്. പലരും ചോദിക്കുന്നു, മുരളി ജയന് ശ്രീ ജയൻ മരണപ്പെട്ട സമയത്ത് പറയാമായിരുന്നില്ലേ താൻ മകനാണെന്ന്? അന്ന് എനിക്ക് 9 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മ അച്ഛന് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന് നിഷ്കർഷിച്ചിരുന്നു. അച്ഛൻ വീട്ടുകാർ ഭയപ്പെടുത്തുകയും തല്ലാൻ വരികയും ഒക്കെ ചെയ്തിരുന്നു. അവർക്കല്ലേ ബലം കൂടുതൽ. ഞാനും അമ്മയും ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ചിലർ ചോദിക്കുന്നത് ജയനും അമ്മയും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമുണ്ട്, ഇങ്ങനെ അവർ തമ്മിൽ എങ്ങനെയാണ് ചേരുക എന്ന്. അമ്മയും അച്ഛനും കാണുന്നത് അവരുടെ 32-33 വയസ്സുകളിലാണ്. ആ സമയത്താണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എൻ്റെ അമ്മ പലപ്പോഴും എത്തുകയും താമസിക്കുകയും ചെയ്തപ്പോഴാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അന്ന് അദ്ദേഹം നേവിയിൽ ജോലി ചെയ്യുന്ന സമയം. അന്നത്തെ കാലത്ത് ജോലി വലിപ്പമുള്ളതാണെങ്കിലും വരുമാനം കുറവായിരുന്നു. ബാധ്യതകളും കുടുംബ ചിലവുകളും നോക്കുന്നതിൽ വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു. അച്ഛമ്മയെ വലിയ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. അവരെ കണ്ടതു മുതൽ അവരെ സഹായിക്കാനും എന്നും കാണാനും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അമ്മ അവിടെ താമസിച്ച് അച്ഛമ്മയെ സഹായിക്കാൻ അവിടെ എത്തിയത്. അച്ഛൻ ശ്രീ ജയൻ ജോലിക്കിടയിൽ വീട്ടിലെത്തുമ്പോൾ അമ്മയെ കണ്ടുമുട്ടുകയും അവരുടെ പരിചയവും സ്നേഹവും പ്രണയവുമായി മാറുകയും ചെയ്തു. അച്ഛമ്മയ്ക്കും അത് ഇഷ്ടമായിരുന്നു. ഞാൻ ജനിക്കുന്ന സമയം അച്ഛൻ സിനിമയിൽ അഭിനയം തുടങ്ങി പേരെടുക്കുന്ന സമയമാണ്. എനിക്ക് 2.5 വയസ്സാകുന്ന സമയം അച്ഛൻ സിനിമയിൽ സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു. അച്ഛൻ വീട്ടിലെ പലർക്കും അദ്ദേഹത്തിന്റെ ഈ പ്രശസ്തി ഒരു ആശാരി പെൺകുട്ടിയായ അമ്മയ്ക്ക് വീതിച്ചു കൊടുക്കാൻ മനസ്സുണ്ടായില്ല. അന്നു മുതൽ തുടങ്ങി ഞങ്ങളുടെ കഷ്ടകാലം. പല രീതിയിൽ ഞങ്ങളെ ഉപദ്രവിച്ചു, അകറ്റി നിർത്തി. അവസാനം അച്ഛൻ്റെ പേര് പോകുന്ന കാര്യം ഒന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത അമ്മ 2.5 വയസ്സുള്ള എന്നെയും കൊണ്ട് പടിയിറങ്ങി. അച്ഛൻ്റെ അനുജൻ സോമൻ നായരും സിൽബന്തികളും ചേർന്ന് പടി ഇറക്കി വിട്ടു എന്ന് പറയുന്നതാവും ശരി. പിന്നെ അമ്മയ്ക്ക് ഭയമായിരുന്നു, എന്നെ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. അച്ഛമ്മയും അച്ഛനും ഒരിക്കലും ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല. ചിലവുകൾ വരെ നോക്കിയിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞ വാക്ക് പ്രകാരം മറ്റൊരു വിവാഹം ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. പലപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്ന അദ്ദേഹത്തിന് ഇവർ ഞങ്ങളോട് ചെയ്യുന്ന ക്രൂരത അധികം അറിയാനും കഴിഞ്ഞില്ല. മരണപ്പെടുമ്പോൾ മൃതദേഹം ഒന്ന് കാണാൻ പോലും 9 വയസ്സുകാരനായ എന്നെ അനുവദിക്കാത്ത ഇവർ ഇപ്പോഴും ശത്രുക്കളായി തന്നെയാണ് എന്നെ കാണുന്നത്. അതിനുശേഷം അമ്മ പറഞ്ഞതിന് പ്രകാരം ഞാൻ അച്ഛൻ എന്ന വാക്കിന് പിറകെ പോകാൻ തയ്യാറായില്ല. എന്നാൽ പലപ്പോഴും അച്ഛൻ്റെ മരണത്തിനു ശേഷം പല രീതിയിലും അകറ്റി നിർത്താനും അപമാനിക്കാനും ഒക്കെ ഇവർ മുതിർന്നു. ചിലപ്പോൾ സ്വത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഞാനോ എൻ്റെ അമ്മയോ വരുമെന്ന് കരുതിയിട്ടാവാം അമ്മയും എന്നെ വിട്ടുപോയി. അമ്മ ഒരിക്കൽ എൻ്റെ ആഗ്രഹപ്രകാരം ഒരു മകൻ അച്ഛനെ അംഗീകരിപ്പിക്കാൻ ഓടുന്ന ഓട്ടം കണ്ടിട്ട് എൻ്റെ വീഡിയോയിൽ വന്ന് എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. എനിക്കൊരു സ്വത്തും പണവും വേണ്ട, എൻ്റെ അച്ഛൻ ശ്രീ ജയനാണെന്ന സത്യം ഈ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയണം. അതൊരു മകന്റെ അവകാശമാണ്. അതിനെതിരെ ആരെന്തു പറഞ്ഞാലും ഞാൻ തോൽക്കില്ല. കാരണം ഇത് രക്തം വേറെ ലെവലാണ്. ആർക്കും മുമ്പിൽ തോറ്റു കൊടുക്കാത്തവന്റെ രക്തം, സ്നേഹം കൊണ്ട് കോടിക്കണക്കിന് ആരാധകനെ സൃഷ്ടിച്ചവന്റെ രക്തം, നടപ്പിലും നോട്ടത്തിലും ശബ്ദഗാംഭീര്യത്തിലും എന്തിന് ഒരു ചലനത്തിൽ പോലും കോളിളക്കം സൃഷ്ടിച്ചവന്റെ രക്തം, അത് എന്നിലുണ്ട്, എൻ്റെ സിരകളിലുണ്ട്. അച്ഛൻ്റെ പേര് നഷ്ടപ്പെടുമെന്ന് പറയുന്നവരോട് ഒരു പേരും പോകില്ല. അദ്ദേഹം മഹാനായ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലും തെറ്റായ പാതയിൽ നടക്കുന്നില്ല. പ്ലംബിംഗ് ജോലിയും ഇലക്ട്രിക്കൽ ജോലിയും ഒക്കെ ചെയ്ത് കുടുംബം പോകുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ കൃത്യമായ വ്യായാമം, ചിട്ടയായ ജീവിതശൈലി, മദ്യമോ മറ്റു ലഹരികളോ ഉപയോഗിക്കുകയുമില്ല. പിന്നെ അച്ഛനെന്ന അവകാശം അത് എൻ്റെ അവകാശമാണ്. അത് പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇന്ന് എൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിന് ശക്തി കൈവന്നിരിക്കുന്നു. ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നു. അത് ഇഷ്ടപ്പെടാത്തവരെ ഞാൻ ഗൗനിക്കുന്നില്ല. അത് വഴിയെ പറയാം. എൻ്റെ അച്ഛൻ്റെ അനുജൻ സോമൻ നായരുടെ മകൻ ആദിത്യൻ എന്ന ആളും സഹോദരിയും ചേർന്ന് അവരുടെ വലിയച്ഛൻ, അതായത് എൻ്റെ അച്ഛൻ ശ്രീ ജയന്റെ പേര് കളയുന്നു എന്ന് പറഞ്ഞ് കരയുകയാണ്. സത്യത്തിൽ ആദിത്യനല്ലേ അവന്റെ ജീവിത രീതികൾ കൊണ്ട് അവന്റെ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും പേര് കളയുന്നത്?
അവർ എൻ്റെ അച്ഛൻ്റെ എല്ലാ സ്വത്തും എടുത്തു. അച്ഛന് കിട്ടാനുള്ള പണം മുഴുവനും എടുത്തു. വീട് വരെ തകർത്ത് കളഞ്ഞു. എല്ലാം കൊണ്ടുപൊയ്ക്കോട്ടെ. പക്ഷെ ആ മനുഷ്യന്റെ മകൻ ആണെന്ന് 45 വർഷമായി നെഞ്ചു തല്ലി കരയുന്ന എൻ്റെ നേരെ അവർ എന്താണ് ചെയ്തത്? ഇതൊന്നും പൊറുക്കാൻ ഞാൻ ശ്രീബുദ്ധനോ ഗാന്ധിജിയോ അല്ല. നീരും ചോരയുമുള്ള സാധാരണ മനുഷ്യനാണ്. തോറ്റുകൊടുക്കില്ല. ഞാൻ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കും. എന്നെ സഹായിക്കാൻ ഒരു താരപ്രമുഖരുമില്ല, സംഘടനകളുമില്ല. പക്ഷെ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവർ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. അവർ മതി എനിക്ക്. പിന്നെ ജയൻ സാംസ്കാരിക വേദി സത്യത്തിൽ എനിക്ക് വേണ്ടി നിൽക്കേണ്ടവരായിരുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം പണമാണ്. പിരിക്കുക, ഉണ്ണുക, പിരിക്കുക, ഉണ്ണുക. അതാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. അവർക്ക് ഞാനൊരു കരടാണ്. ആദിത്യന് വേണ്ടി അവർ എനിക്കെതിരെ ഉമ്മാക്കി കാട്ടുന്നത് ഞാൻ ഗൗനിക്കുന്നില്ല. അതേപോലെ കാര്യങ്ങളെ അറിയാത്ത ചിലർ കളിയാക്കുന്നു, കുറ്റം പറയുന്നു. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോഴത്തെ ചിലരുടെ ചോദ്യം സിനിമയിൽ അഭിനയിക്കാനാണോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 53 വയസ്സ് വരെ എനിക്ക് കാത്തിരിക്കണമായിരുന്നോ? അതിന് അച്ഛൻ്റെ പേര് പറയാതെ ശ്രമിച്ചാലും അവസരങ്ങൾ കിട്ടും. പിന്നെ എന്നിൽ ഒരു അഭിനേതാവ് ഉണ്ട് എങ്കിൽ അംഗീകരിക്കപ്പെടും. അതിന് ആരും ഒരു താരത്തിൻ്റെയും മകൻ ആവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതായിരുന്നില്ല എൻ്റെ മുന്നിൽ. എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ അസ്തിത്വം. അതിനായി ആരുടെയും വാക്കുകളെ നോക്കാതെ മുന്നോട്ട് പോവുക. അത് ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാവല്ലോ അത്. പിന്നെ അഭിനയം. നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇന്റുപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. KPSCയിൽ മുഹമ്മദ് ബഷീറായി 256 സ്റ്റേജിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചാൽ മതി. എന്നാലും അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഒരു സിനിമ എനിക്കായി വന്നിട്ടുണ്ട്. ഞാനും തീരുമാനിച്ചു എൻ്റെ അച്ഛൻ്റെ കാൽപാദം ചവിട്ടിയ ആ തട്ടകത്തിൽ ഞാനും ഉണ്ടാവുമെന്ന്. എൻ്റെ പുതിയ സിനിമയുടെ തിരക്കഥകളുടെ ചർച്ചകൾ പുരോഗമിക്കുന്നു. സിനിമയുടെ ഒപ്പം നിങ്ങളും ഉണ്ടാവണം. നിങ്ങളുടെ സ്വന്തം മുരളി ജയൻ.